ചെന്നിത്തല സ്വദേശിയായ രമ്യയ്ക്ക് 6 മാസം മുൻപാണ് 64,000 രൂപ നഷ്ടമായത്. വീടുപണി മൂലമുണ്ടായ സാമ്പത്തിക ഞെരുക്കമാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘം മുതലാക്കിയത്. തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ആലപ്പുഴ SP-ക്ക് പരാതി നൽകിയിട്ട് മാസം 6 കഴിഞ്ഞു. അവർ സംസാരിച്ചത് മലയാളികളായതുകൊണ്ട് ഞാൻ ശരിക്കും വിശ്വസിച്ചു. പിന്നെ SBI ബാങ്കിൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ അത് കള്ളമാണെന്ന് തോന്നിയില്ല. ഒരു ഓഫീസ് അന്തരീക്ഷം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫയൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ICICI, ഒന്ന് പഞ്ചാബ് നാഷണൽ, ആ ബാങ്കിലോട്ട്, ആ 2 അക്കൗണ്ടിലോട്ടാണ് 3 പ്രാവശ്യമായിട്ട് എന്നെ കൊണ്ട് പൈസ അടിച്ചു. പരാതിയിൽ പോലീസോ ബാങ്കുകളോ കാര്യമായി ഇടപെടാറില്ലെങ്കിലും തട്ടിപ്പുകാർ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താറുണ്ട്. എന്നോട് ചോദിച്ച്, നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം. നീ ആലപ്പുഴ SP ഓഫീസിൽ നീ പോയി പരാതി കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കൊടുത്തു. നീ അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എൻ്റെ പൈസ എനിക്ക് പൈസ തന്നാൽ മാത്രം മതി. എനിക്ക് നിങ്ങളുടെ മുതലും എനിക്ക് പലിശ അങ്ങനെ കാര്യങ്ങളൊന്നും, ഞാൻ എത്ര രൂപ തന്നിട്ടുണ്ട്, എനിക്കത് മാത്രം, എനിക്ക് നിങ്ങളുടെ ലോണ് പോലും എനിക്ക് വേണ്ട. രമ്യയെ പോലെ പ്രേക്ഷകരിൽ പലരും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. തട്ടിപ്പുകാർക്ക് തല വെച്ച് കൊടുക്കാതിരിക്കുക. തൽക്കാലം അതുമാത്രമേ ഉള്ളൂ മാർഗം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.